നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDF-നും PV അൻവറിനുമെതിരെ CPM-ന്റെ രൂക്ഷ വിമർശനം. കോൺഗ്രസ് ആകെ ചിതറിക്കിടക്കുകയാണെന്നും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന പാർട്ടിയായി മാറിയ അവർക്ക് എന്ത് ലക്ഷ്യമാണ് ഉള്ളതെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ചോദിച്ചു. ലീഗിനും കോൺഗ്രസിനും പരസ്പര വിശ്വാസമില്ലാതെയായെന്നും ലീഗിന്റെ ഔദാര്യത്തിൽ കഴിയുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും EP ജയരാജൻ വിമർശിച്ചു. വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത കാരണമാണ് അവർ ഇപ്പോഴും അൻവറിന്റെ പിന്നാലെ നടക്കുന്നത്. അൻവറിനെ തള്ളിപ്പറയുമ്പോൾ തന്നെ രാത്രി തലയിൽ മുണ്ടിട്ട് കാണാൻ ചെല്ലുകയാണ് കോൺഗ്രസ് എന്നും ജയരാജൻ വിമർശിച്ചു. PV അൻവറിന്റെ വാക്കുകൾക്ക് ഒരു വില പോലും കൽപ്പിക്കേണ്ട അൻവർ വാക്കുകൾ മാറ്റിപ്പറയുകയാണ്. മണ്ഡലത്തിൽ അൻവറിന് ഒരു സാധ്യതയും സ്വാധീനവുമില്ല, കാഴ്ചപ്പാടുമില്ല. LDF-ന്റെ വോട്ട് പാർട്ടിക്ക് തന്നെ ലഭിക്കുമെന്നും വ്യത്യസ്ത പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുന്ന ജനങ്ങളും പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നും EP വ്യക്തമാക്കി. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്കും EP ജയരാജൻ മറുപടി നൽകി. ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതോടുകൂടി എന്തും വിളിച്ചു പറയാമെന്ന സ്ഥിതിയായി. രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് തീർക്കേണ്ടത്. വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെയായിരുന്നു ആദ്യം ആക്രമണമെന്നും ഇപ്പോൾ അത് റിയാസിനെ നേരെയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. സ്വരാജ് ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും ഏത് പ്രശ്നത്തിലും ഇടപെടാൻ പ്രാപ്തനായിട്ടുള്ള ആളാണെന്നും EP ജയരാജൻ പറഞ്ഞു. പിണറായിസം എന്നാൽ കമ്മ്യൂണിസം തന്നെയാണെന്നും ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അവരുടെ രാഷ്ട്രീയ ഇഷ്ടം നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പൊതുസമൂഹമാകെ തുടർ ഭരണം ആഗ്രഹിക്കുകയാണെന്നും മൂന്നാം LDF സർക്കാരിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകൂ എന്നും ജയരാജൻ വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്നും നിലമ്പൂർ മുൻ MLA-യും ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ രംഗത്തെത്തി. ഏറെ ദിവസങ്ങളായി ഇടതുപക്ഷ വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രിയാണെന്നും കുറ്റപ്പെടുത്തി. VS അച്യുതാനന്ദനെ വന്ദിച്ചതിന്റെ ഫലമാണ് പിണറായിയിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമെന്നും അൻവർ പറഞ്ഞു.